എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു റൈസിൻ്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ലെമൺ റൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഈ ലെമൺ റൈസ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ അരി ഒന്ന് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് ബസുമതി റൈസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഉപ്പും വെള്ളമൊക്കെ ചേർത്ത് ഒന്ന് വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മളിത് അരി വേവിച്ചെടുക്കുമ്പോൾ ഒട്ടും തന്നെ കുഴഞ്ഞു പോകാതെ വേണം നമ്മളിത് വേവിച്ച് ഊറ്റി മാറ്റി വെക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ തലേ ദിവസമൊക്കെ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ നമുക്ക് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ കിട്ടും. അല്ലെങ്കിൽ രാവിലെ തന്നെ നേരത്തെ ഒന്ന് റെഡിയാക്കി വെച്ചിരുന്നാൽ മതി. അതിന് ശേഷം നമ്മളിത് ഇതിൻ്റെ ചൂടൊക്കെ ആറിയതിന് ശേഷം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കറക്റ്റ് പാകത്തിനായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ 1-2 വീഡിയോയിൽ അരി വേവിച്ചെടുക്കുന്നത് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഇതിനകത്ത് വീണ്ടും കാണിക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ അതേപോലെ 1 കപ്പ് അരി വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം കടുക് ചേർത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഏറ്റവും ലോവിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം കപ്പലണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കപ്പലണ്ടിയുടെ കളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഫ്രൈ ചെയ്തിട്ടുള്ള കപ്പലണ്ടിയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചേർക്കണമെന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് വറുക്കാത്ത കപ്പലണ്ടി ആയതുകൊണ്ടാണ് ഇത് ആദ്യമേ തന്നെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉഴുന്ന് പരിപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ഒട്ടും തന്നെ കരിഞ്ഞു പോകരുത്. അതുകൊണ്ടാണ് ഞാനിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറയുന്നത് കേട്ടോ. ചെറുതായിട്ടൊന്ന് ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു 2 നല്ല എരിവുള്ള പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വഴറ്റിയിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതേപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയുടെ അളവ് നിങ്ങൾക്ക് ഇതിൻ്റെ കളറ് എത്ര വേണം അതിനനുസരിച്ചിട്ട് ചേർക്കുക. ഇത്രയും മതിയാവും. നല്ലൊരു കളർ ഉണ്ടാവും, നമുക്കൊരു യെല്ലോയിഷ് കളർ കിട്ടും. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി അരി വേവിച്ചപ്പോഴും ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചത് എങ്കിൽ ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ചക്കുത്ത് ഉണ്ടല്ലോ, അതൊന്ന് മാറ്റിയെടുക്കാം. ഒന്ന് ഫ്രൈ ആയിട്ട് വരണം, കരിഞ്ഞു പോകരുത്. അപ്പോൾ അതൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് നാരങ്ങയുടെ നീര് ചേർക്കുന്നത്. ഞാനിവിടെ ഒരു ചെറുനാരങ്ങയുടെ മുഴുവൻ നീരും ചേർക്കുന്നുണ്ട്. അപ്പോൾ ചെറുനാരങ്ങയുടെ നീരിൻ്റെ അളവ് നിങ്ങൾക്ക് എത്ര പുളിരസം വേണോ അതിനനുസരിച്ചിട്ട് ചേർക്കുക. ഇതിപ്പോൾ ചെറിയൊരു പുളിരസം ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് കുറച്ചും കൂടി പുളിരസം വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടി നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. നമ്മളെപ്പോഴും ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം നാരങ്ങയുടെ നീര് ചേർക്കാൻ, അല്ലെങ്കിൽ കയ്പ്പരസം ആയിപ്പോവും. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഈ സമയത്ത് ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടി ചേർക്കാം. ഇവിടെ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് കായത്തിൻ്റെ പൊടി ചേർക്കാത്തത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാം. ചോറ് ചേർത്ത് കൊടുക്കുമ്പോൾ ആദ്യം തന്നെ എല്ലാവരും കൂടി ഒറ്റയടിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാതെ കുറേശ്ശെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എങ്കിലാണ് എല്ലാ ഭാഗത്തേക്കും ആ പുളിരസവും അതേപോലെ മഞ്ഞൾപ്പൊടിയും എല്ലാവരും കൂടി വന്നിട്ട് നല്ല യെല്ലോയിഷ് കളർ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പോൾ ഇതിൽ കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ട് ചേർത്ത് കൊടുത്തതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവസാനം 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നെയ്യൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇത്രയുള്ള നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നമ്മുടെ ലെമൺ റൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്